ഗുഡ് ഈവനിങ് ഡോക്ടേഴ്സ്. നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ കഴിഞ്ഞ PSC മെഡിക്കൽ ഓഫീസർ ലിസ്റ്റിൽ ആദ്യ റാങ്കുകൾ വന്ന ഡോക്ടർമാരുടെ അവരെങ്ങനെ പ്രിപ്പയർ ചെയ്തു, അവരെങ്ങനെയാണ് കഴിഞ്ഞ എക്സാമിനെ അറ്റൻഡ് ചെയ്തത്, അല്ലെങ്കിൽ എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് അവർ നടത്തിയത്, എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് അവർ നടത്തിയത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കുറേയേറെ ഡോക്ടേഴ്സിന്റെ നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇന്നും 2 പേർ 14ഉം 15ഉം റാങ്കുകളിലുള്ള 2 ഡോക്ടർമാർ. 14ാം റാങ്ക് ഡോക്ടർ അഞ്ജന എസ് അശോക്. അഞ്ജന ഡോക്ടർ എൻ്റെ ജില്ലക്കാരിയാണ്, കൊല്ലം ജില്ലയിൽ അഞ്ചൽ എന്ന സ്ഥലത്തു നിന്നാണ്. അതുപോലെ തന്നെ ഡോക്ടർ അലിൻ സാറ അലക്സ്. ഡോക്ടർ അലിൻ സാറ അലക്സ് കഴിഞ്ഞ നവംബർ മാസം കഴിഞ്ഞ AIPGTയുടെ റിസൾട്ട് വന്നപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ സംസാരിച്ചിരുന്നതാണ്. കഴിഞ്ഞ AIPGTയിലെ ടോപ്പ് റാങ്ക് ഹോൾഡറാണ്. കേരള ഡോക്ടേഴ്സിൻ്റെ ഇടയിൽ നിന്ന് നാഷണൽ ലെവലിൽ 6ാം റാങ്കും. അപ്പോൾ അവരുടെ ഒരു പഠന രീതി ഓരോരുത്തർക്കും ഓരോ രീതിയായിരിക്കും. അത് പൂർണ്ണമായും നമുക്ക് ഫോളോ ചെയ്യാൻ കഴിയില്ല എങ്കിലും അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നമ്മൾക്ക് ഒരു മെച്ചം ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ള ഒരു സാധ്യതകളിലേക്കാണ് നമ്മൾ ഇത്തരം ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസവും ഡോക്ടർ സാഗർ MK, ഡോക്ടർ അരുമ പ്രകാശും, സാഗർ ഡോക്ടറൊക്കെ എങ്ങനെ അറിയാത്ത ക്വസ്റ്റ്യൻസ് എങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ളൊരു ടെക്നിക്ക് പറഞ്ഞിരുന്നു. ടെക്നിക്ക് അല്ലാതെ എങ്കിലും ചാൻസ് എടുക്കേണ്ടത് ഒരു 50% എങ്കിലും സാധ്യതയുള്ള, അതായത് 4 ചോയ്സിൽ 2 അറിയില്ല എങ്കിൽ അത്തരം ക്വസ്റ്റ്യൻസ് മാത്രം അറ്റൻഡ് ചെയ്യുക. അതുപോലെ കഴിഞ്ഞൊരു ദിവസം അതിനു മുമ്പ് ഡോക്ടർ സനിശ്രീ ആണെന്ന് തോന്നുന്നു പറഞ്ഞിരുന്നു, നമ്മളെപ്പോഴും ഒരു 50നും 60നും ഇടയിൽ കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ 50 ക്വസ്റ്റിന് മുകളിൽ 50 മാർക്ക് ഉറപ്പായിട്ട് കിട്ടുമെന്നുണ്ടെങ്കിൽ ചാൻസ് എടുക്കാതിരിക്കുക. ഇല്ലെങ്കിൽ 60-നടുത്ത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുമെന്നുണ്ടെങ്കിൽ ചാൻസ് എടുക്കാതിരിക്കുക, നെഗറ്റീവ് വാങ്ങാതിരിക്കുക. ഇങ്ങനെ ഓരോരുത്തരുടെ ഓരോ കൺസെപ്റ്റുകൾ നമ്മൾ കേട്ടിരുന്നു. അതുപോലെ പുതിയ ഐഡിയാസ്, പുതിയ നിർദ്ദേശങ്ങൾ ഒക്കെ നമുക്ക് അഞ്ജന ഡോക്ടറിൽ നിന്നും ഡോക്ടർ അലിൻ സാറ അലക്സിൽ നിന്നും ലഭിക്കും എന്ന് പ്രതീക്ഷിക്കാം. ഡോക്ടർ അലിൻ സാറ അലക്സ് കൽക്കട്ട നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന്, കൽക്കട്ടയിൽ നിന്നാണ് നമ്മളോട് സംസാരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് അഞ്ജന ഡോക്ടറിൽ നിന്ന് തന്നെ തുടങ്ങാം. അഞ്ജന ഡോക്ടർ റെഡി ആണല്ലോ അല്ലേ? ഓക്കെ. അഞ്ജന ഡോക്ടർ കുറച്ച് മടിയൊക്കെ ഉണ്ടായിരുന്നു സംസാരിക്കുന്നതിന്. അവസാനം കുറേയേറെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞേക്കാം, അവസാനം നിവൃത്തികേട് കൊണ്ടൊക്കെ സമ്മതിച്ചതാണ്. എനിവേ അഞ്ജന ഡോക്ടറെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. ഡോക്ടറെ തുടങ്ങിക്കോളൂ. അപ്പൊ ഫസ്റ്റ് എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എല്ലാവരും ജോലി തിരക്കിലൊക്കെ കഴിഞ്ഞു ഇതിലോട്ട് ഇപ്പം ജോയിൻ ചെയ്ത് വരുന്നതേ ഉള്ളൂ. സോ ആദ്യം തന്നെ എനിക്ക് താങ്ക്സ് പറയാനുള്ളത് സാറിനോടാണ്. 2 കാര്യങ്ങൾക്കാണ്. ഒന്ന്, PSC എക്സാം എന്ന് പറയുന്ന ഒരു എക്സാം നമ്മൾ എഴുതി കഴിഞ്ഞ ഒരു 1 ഇയർ ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് PSCയുടെ ഇന്റർവ്യൂ വിളിക്കുന്നത്. അപ്പൊ ആ ടൈമിൽ ഈ പറഞ്ഞ പോലെ ഒരു ഇന്റർവ്യൂവും അറ്റൻഡ് ചെയ്യാണ്ട് ഒരു എക്സ്പീരിയൻസും ഒരു കോൺഫിഡൻസും ഇല്ലാണ്ടിരുന്ന സമയത്ത് സാറ് ഞങ്ങളെ കുറെ നന്നായി ഗൈഡ് ചെയ്തിട്ടുണ്ട്. സോ അതിന് ഞാൻ ഇവിടെ സാറിന്റെ അടുത്ത് താങ്ക്സ് പറയാൻ ആഗ്രഹിക്കുന്നു. അതേപോലെ തന്നെ താങ്ക് യു സർ ഫോർ ഇൻവൈറ്റിംഗ് മീ ഈ കാര്യം സാർ പറഞ്ഞ പോലെ ഇതിന്റെ ഒരു ഫസ്റ്റ് പബ്ലിക് പ്ലാറ്റ്ഫോം ആണ്. സോ ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ടു യു. അപ്പൊ നമ്മൾ ഫസ്റ്റ് എന്റെ ഇൻട്രൊഡക്ഷൻ പറയുകയാണെങ്കിൽ സാർ പറഞ്ഞ പോലെ എന്റെ പേര് ഡോക്ടർ അഞ്ജന എസ് അശോക്. ഞാൻ BHMS 2022 പാസ് ഔട്ട് ആണ്. അപ്പൊ ഞാൻ അത് കഴിഞ്ഞ് ജസ്റ്റ് ഞങ്ങൾക്ക് ആ കോവിഡ് ബാച്ച് ആയിരുന്നു ഞങ്ങൾ. അപ്പൊ ഞങ്ങൾ പാസ് ഔട്ട് ആയി കഴിഞ്ഞ ഒരു 3-4 മാസം കഴിഞ്ഞിട്ടായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് PGയുടെ അറ്റംപ്റ്റ് വരുന്നത്. സോ ആ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഒരു 100 റാങ്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു കൗൺസിലിംഗും എല്ലാം കഴിഞ്ഞിട്ട് 2023 ഏപ്രിൽ ആയപ്പോൾ ഞാൻ PGക്ക് ജോയിൻ ചെയ്തതാണ്. ഇപ്പം കറന്റ് 3rd ഇയർ ആവാൻ പോവാണ്. ഓർഗനോൺ ഓഫ് മെഡിസിൻ ആണ് എന്റെ PG സബ്ജക്ട്. സോ അതാണ് ഇപ്പൊ ഉള്ളത്. ഈ ഇപ്പൊ പറഞ്ഞ കാര്യം കൂടെ എനിക്ക് ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയാനുള്ള വേറൊരു ഇത് കൂടെ ഞാൻ പറയുന്നുണ്ട്. കാര്യം ഞാൻ പറഞ്ഞ പോലെ ഏപ്രിൽ 10-ാം തീയതിയാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. ജൂൺ 24 PSCയുടെ എക്സാം.
അപ്പം അത്രയും നേരം വീട്ടിൽ ഇരുന്നിട്ട് പെട്ടെന്ന് പഠിക്കേണ്ട PSCക്ക് പഠിക്കേണ്ട സമയമായപ്പോൾ ഈ കോളേജിൽ വന്നു പറ്റുമോ ഇല്ലയോ എന്നൊക്കെ ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ട് ഭയങ്കര പേടിച്ചിരുന്ന സമയത്ത് ഞങ്ങളുടെ ആ ഡിപ്പാർട്ട്മെന്റ് അത്രയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഇപ്പം ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ആയിട്ടാണ് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് പറയേണ്ടി വരുന്നത്. അപ്പൊ ഞാൻ പണ്ടേ വിചാരിച്ചിരുന്നു അങ്ങനെ എപ്പോഴെങ്കിലും പറയാനൊരു അവസരം കിട്ടുകയാണെങ്കിൽ എന്റെ ഡിപ്പാർട്ട്മെന്റിന് ഐ ഹാവ് ടു സേ ദാറ്റ് ഐ എം വെരി പ്രൗഡ് ഓഫ് ടു ബി എ പാർട്ട് ഓഫ് എന്താ ഓർഗനോൺ ഫാമിലി എന്ന് തന്നെ പറയും. കാര്യം അവിടെ HOD ആണെങ്കിലും എല്ലാ ടീച്ചേഴ്സും എല്ലാവരും ഞങ്ങളെ എല്ലായിടത്തും ഞങ്ങളുടെ അടുത്ത് നമ്മുടെ വീട്ടുകാർ പറയുന്ന പോലെ നിങ്ങൾക്ക് ലൈഫിൽ മെയിൻ ആയിട്ട് ഒരു ടേണിംഗ് പോയിന്റ് ആണ് PGക്ക് ഓക്കെ ഇതൊക്കെ ചെയ്യണം, നിങ്ങൾ അതെല്ലാം സൈഡാക്കി വെച്ചോളൂ, നിങ്ങളുടെ 100% PSC പഠിക്കാൻ കൊടുത്തോളൂ എന്ന് പറഞ്ഞ് അവരുടെ ഒരു സപ്പോർട്ട് ഉണ്ട്. സോ അതിന് ഞാൻ ഇവിടെ താങ്ക്സ് അവരോടും പറയാൻ ആഗ്രഹിക്കുന്നു. സോ അതിൽ നിന്ന് വ്യക്തമാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ എൻവയോൺമെന്റ് ഒരു നർച്ചറിങ് എൻവയോൺമെന്റ് ആണെങ്കിൽ നമുക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റും. അതാണ് അവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. പിന്നെ നമ്മൾ PG പ്രിപ്പറേഷൻ കഴിഞ്ഞിട്ടാണ് PSC ഞാൻ വന്നേന്ന് പറഞ്ഞില്ലേ. അത് കാരണം എനിക്ക് PSC പ്രിപ്പറേഷനെ പറ്റി പറയുമ്പോൾ എനിക്ക് PGക്ക് ഞാൻ പ്രിപ്പയർ ചെയ്തതിന്റെ ഒരു റിവിഷൻ ആയിരുന്നു എനിക്ക് PSC. കാര്യം ഈ പറഞ്ഞ പോലെ PGക്ക് കയറി പിന്നെ നമ്മൾ കുറെ പഠിച്ച ഇതൊരു മടിയൊക്കെ ആയിട്ട് നമ്മൾ PGക്ക് കയറിയിട്ട് PSCക്ക് വീണ്ടും പഠിക്കണം. അപ്പോ എനിക്കിവിടെ PSC പ്രിപ്പറേഷനേക്കാളും ഞാൻ PSCക്ക് എന്താണോ പ്രിപ്പയർ ചെയ്തത് വെച്ചാൽ അതിന്റെ ഒരു കുറെ തവണയുള്ള റിവിഷൻ ആയിരുന്നു ആക്ച്വലി എനിക്ക് PSC എക്സാമിന് വേണ്ടി ചെയ്യാം. സോ അത് കാരണം നിങ്ങളിപ്പോ എന്ത് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും അത് നിങ്ങളൊരു വൺസ് എ ലൈഫ് ടൈം പ്രിപ്പറേഷൻ ആയിട്ട് തുടങ്ങാം. എന്ന് വെച്ചാൽ നമുക്ക് ഏതൊരു എക്സാം വന്നാലും ഈ PSC ആയിക്കോട്ടെ ഇതിനിടയിൽ എന്ത് എക്സാം വന്നാലും നമുക്ക് എപ്പോഴും റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡ് ഓഫ് സ്റ്റഡി ആയിട്ട് നിങ്ങളിപ്പോ പഠിക്കാൻ തുടങ്ങുന്നത് ശരി. സാർ പറഞ്ഞ പോലെ കുറെ ഇൻസ്പിറേഷണൽ ടോക്സ് ഒക്കെ നിങ്ങൾ കേട്ടു, കുറെ സ്ട്രാറ്റജീസ് ഒക്കെ നിങ്ങൾ കേട്ടു. എല്ലാം ഒന്നും നിങ്ങൾ ഉൾപ്പെടുത്തണം എന്നല്ല, പക്ഷെ എല്ലാത്തിൽ നിന്നും നിങ്ങൾക്ക് കുറച്ച് പോയിന്റ്സ് കിട്ടും. അത് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ ചെയ്യാം. അപ്പൊ നമ്മൾ ഈ സ്ട്രാറ്റജി പ്ലാൻ ഒക്കെ പറഞ്ഞു തുടങ്ങുമ്പോഴത്തേനും നമ്മൾ ഫസ്റ്റ് PSC ഇപ്പം നമ്മൾ എഴുതാൻ പോവാണ്. നമുക്ക് മനസ്സിൽ ആദ്യം വേണ്ടത് ഡിറ്റർമിനേഷൻ ആണ്. കാര്യം നമുക്കിവിടെ കിട്ടും. നമുക്ക് രണ്ട് തരത്തിൽ ചിന്തിക്കാം. നമുക്ക് ചിന്തിക്കാൻ വേണമെങ്കിൽ ഓക്കെ അടുത്ത PSC എഴുതാം, വേറെ മാർഗമൊന്നുമില്ല, അല്ലെങ്കിൽ ക്ലിനിക്കൊന്നും ഇട്ടിട്ട് അത്ര ഇതാവുന്നില്ല, PSC എങ്ങനെയെങ്കിലും എഴുതിയെടുക്കണമായിരിക്കും, കിട്ടുമായിരിക്കും, കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ, ഇങ്ങനെയൊന്നും ഒരു കാരണവശാലും ചിന്തിച്ച് PSC പഠിക്കാൻ തുടങ്ങരുത്. കാര്യം നമ്മൾ ഭയങ്കര ഡിറ്റർമിൻഡ് ആയിട്ടിരിക്കണം. എന്തായാലും നമുക്ക് കിട്ടും എന്ന് നമ്മൾ ഫസ്റ്റ് മനസ്സിൽ ഉറച്ച് വിചാരിക്കണം. അതാണ് നിങ്ങളോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്. നമ്മുടെ മനസ്സിൽ നമ്മൾ ഉറപ്പിക്കണം, എന്താ നമുക്ക് എന്തായാലും കിട്ടും. ഇപ്പൊ ഈ പറയുന്ന പോലെ തന്നെ നമ്മൾ ഞാനൊക്കെ കോച്ചിങ്ങിന് കയറുന്ന സമയത്തും എല്ലാവരും PSC പഠിക്കാൻ പോകുന്ന സമയത്ത് പറയും ആദ്യത്തെ 50 റാങ്കിനുള്ളിൽ വരണം, എന്നാൽ മാത്രമേ നമുക്ക് PSC കിട്ടൂ. അങ്ങനെ ഒരു ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരിതാ. അപ്പൊ നമുക്ക് രണ്ട് രീതിക്ക് ഇത് റെസ്പോണ്ട് ചെയ്യാം. 50 സീറ്റേ ഉള്ളൂ, കിട്ടുമോ എന്തോ, പക്ഷെ ട്രൈ ചെയ്യാം, അങ്ങനെ റെസ്പോണ്ട് ചെയ്യാം. അല്ലെങ്കിൽ ഞാനൊക്കെ വിചാരിച്ചെന്ന് പറഞ്ഞാൽ എനിക്കൊരു സീറ്റ് മതി, അപ്പോ 50 സീറ്റ് ഉണ്ട്, അപ്പൊ എനിക്ക് 50 സീറ്റിൽ ഏതെങ്കിലും ഒരു സീറ്റ് കിട്ടിയാൽ മതി, ഒരു സീറ്റല്ലേ എനിക്ക് വേണ്ടു, അതെന്തായാലും ഉണ്ടല്ലോ എന്ന് അത്രയും ഡിറ്റർമിനേഷനിൽ കിട്ടും എന്ന് വിചാരിച്ച് തന്നെ ഈ ത്രൂ ഔട്ട് നമ്മൾ നിൽക്കണം. അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ തോന്നും. നമുക്ക് ഈ പറഞ്ഞ പോലെ ഇൻസ്പിറേഷണൽ ടോക്സ് ഒന്നും കൂടുതൽ കേൾക്കേണ്ടി വരില്ല. നമ്മൾ തന്നെ നമ്മളെ ഇൻസ്പയർ ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്ക് വീണ്ടും വീണ്ടും വർക്ക് ചെയ്യാൻ നമുക്ക് തോന്നിക്കൊണ്ടേയിരിക്കും. അതാണ് ഈ ഡിറ്റർമിനേഷൻ വിടരുത്. കാര്യം നമ്മളിപ്പം ഇന്ന് മുതൽ നമ്മൾ പഠിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ നമ്മൾ തീരുമാനിക്കുന്നതിന്റെ കൂടെ തന്നെ അടുത്ത PSC MO ലിസ്റ്റിൽ ഞാൻ പഠിച്ചിട്ട് എന്തായാലും കയറും എന്നൊരു ഉറപ്പ് മനസ്സിന് വരുത്തിയിട്ട് നമ്മൾ ആ ഒരു ഡിറ്റർമിനേഷൻ ആ പരീക്ഷ ഹാളിൽ കയറുമ്പോഴും ഈ പറഞ്ഞ പോലെ ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ കാണുമ്പോൾ ഒന്ന് പാനിക്കുക. അപ്പോഴും അത് നമ്മൾ കൂൾ ഡൗൺ ചെയ്യണം. എന്തായാലും എല്ലാവർക്കും ടഫ് ആയിരിക്കും, എനിക്ക് ടഫ് ആണെങ്കിലും എനിക്ക് അറിയാവുന്നതായിരിക്കും എന്ന് നമ്മൾ മൈൻഡ് സെറ്റ് ആക്കി. ആക്ച്വലി ഞാൻ പറഞ്ഞ പോലെ ഞാൻ അത്രയും ഡിറ്റർമിനേഷൻ ആണ്. എക്സാം ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ടാണ് എനിക്ക് പേടിയായത്, കിട്ടുമോ എഴുതിയോ ഞാൻ അങ്ങനെ. അപ്പൊ ഫസ്റ്റ് ഡിറ്റർമിനേഷൻ ആണ് വേണ്ടത്. പിന്നെ നമ്മൾ വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മൾ പറയും നന്നായിട്ട് പഠിക്കണം. ഇവിടെ മെയിൻ ആയിട്ട് നമ്മൾ നന്നായിട്ട് പഠിക്കണം, പക്ഷെ എങ്ങനെ നമ്മൾ പഠിക്കുന്നു എന്നതിലാണ് മെയിൻ ആയിട്ടുള്ളത്. കാര്യം പണ്ട് വരെ എന്ന് പറഞ്ഞ എല്ലാവരും പറയും നമ്മൾ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിരിക്കണം. പക്ഷെ ഇപ്പോ ആ നേരെ തിരിച്ചു നമുക്കിപ്പോ ഹാർഡ് വർക്ക് അല്ല ആക്ച്വലി വേണ്ടത്, നമുക്ക് സ്മാർട്ട് വർക്ക് ആണ് വേണ്ടത്. ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഇന്ന് മുതൽ പഠിക്കാൻ തീരുമാനിച്ചു, ഇന്ന് മുതൽ എല്ലാ ദിവസവും ഒരു 4-5 മണിക്കൂർ ഞാൻ ഇരുന്ന് പഠിച്ചിരിക്കും.
അത് നമ്മളൊരു ഹാർഡ് വർക്കാണ്. പക്ഷെ സ്മാർട്ട് വർക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു പ്ലാൻ ഉണ്ട്. നമുക്ക് ഏതൊക്കെ സബ്ജക്ട്സിലാണ് നമുക്ക് വീക്ക് എന്നറിയാം. നമ്മൾ ഏതിനൊക്കെ ഏറ്റവും കൂടുതൽ സമയം കൊടുക്കണം എന്നറിയാം. ഈ പറഞ്ഞ 5 മണിക്കൂർ പഠിച്ചില്ലെങ്കിൽ പോലും 1 മണിക്കൂർ ഞാൻ പഠിക്കുന്നത് അത്രയും ക്വാളിറ്റിയിൽ നമ്മൾ പഠിക്കുമെന്ന് നമ്മൾ ഉറപ്പുവരുത്താം. അതാണ് നമ്മൾ സ്മാർട്ട് വർക്കിൽ ചെയ്യുക. അപ്പൊ നമ്മൾ സ്മാർട്ട് വർക്കിന്റെ ഫസ്റ്റ് പാർട്ടായിട്ട് ഇപ്പൊ നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്ത് ഈ കോച്ചിങ് ക്ലാസ്സിലൊക്കെ പഠിക്കാൻ തുടങ്ങിയാണ്. ഫസ്റ്റ് നിങ്ങൾ ഒരു പേപ്പർ എടുക്കാം. നമുക്ക് പഠിക്കേണ്ട എല്ലാ സബ്ജക്ട്സും എഴുതി വെക്കാം. എന്നിട്ട് നമുക്കറിയാലോ അതിന്റെ ഓരോ വെയിറ്റേജ്. ഹോമിയോപ്പതിക് സബ്ജക്ട്സിനായിരിക്കും എപ്പോഴും വെയിറ്റേജ് കൂടുതൽ. അതൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. എന്നിട്ട് ആ സബ്ജക്ട്സ് എല്ലാം നമുക്ക് നമ്മുടെ വീക്ക് പോയിന്റ് ആയിട്ടുള്ള സബ്ജക്ട്സ് ഏതൊക്കെയാ, നമുക്ക് കുഴപ്പമില്ല, അതായത് നമ്മൾ കുറച്ച് എഫേർട്ട് എടുത്താലും നമ്മൾ പഠിക്കുന്ന സബ്ജക്ട്സ് ഏതൊക്കെയാ എന്ന് നമ്മളെ തന്നെ വിലയിരുത്തുക. അങ്ങനെ ആ സബ്ജക്ട്സ് ആ ഒരു ഓർഡറിൽ വെച്ച് വേണം നമ്മൾ പഠിക്കാൻ. ഈ പറഞ്ഞ പോലെ ഹൈ പ്രയോറിറ്റി ഉള്ള സബ്ജക്ട്സ് എല്ലാം നമ്മൾ പഠിക്കണം. അല്ലാണ്ട് നമ്മുടെ വീക്ക് പോയിന്റും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. കാര്യം ഞാനിപ്പോ എന്റെ സ്ട്രാറ്റജി പറയുന്നത് എന്റെ വീക്ക് പോയിന്റ് എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടായിരിക്കും. ഞാൻ അന്ന് പഠിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ പി എച്ച് ഡി ആണെങ്കിലും പി എച്ച് ഡി ആണെങ്കിലും എനിക്ക് അത്യാവശ്യം പാടായിരുന്നു. കാര്യം ക്വസ്റ്റ്യൻസ് വരുമ്പോ 2-3 മെഡിസിനൊക്കെ വരുമ്പോൾ എനിക്ക് പറ്റുമോ, കൺഫ്യൂഷൻ ആവുമോ എന്ന് നല്ല പേടിയില്ല. അത് കാരണം ഞാൻ കൂടുതൽ ടൈം കൊടുത്തത് മെറ്റീരിയൽ മെഡിക്കൽ ഡ്രഗ്സ് അതൊക്കെ ഞാൻ ഫ്രഷ് ആയിട്ട് പഠിക്കാനിരിക്കുന്ന സമയത്ത് ഏറ്റവും ടഫ് ആയിട്ടുള്ളത് എടുത്തിട്ടായിരിക്കും ഞാൻ വായിക്കുന്നത്. അതുകൊണ്ട് തന്നെ ത്രൂ ആ എക്സാമിന്റെ ടൈം ആയപ്പോൾ ഞാൻ മെറ്റീരിയൽ മെഡിക്കേറ്റ് നല്ല കോൺഫിഡന്റ് ആയിരുന്നു. അതേപോലെ നമ്മൾ എല്ലാവരും പറയും എല്ലാ ഡ്രഗും അല്ലെങ്കിൽ എല്ലാ കോഴ്സും എല്ലാ ദിവസവും വായിക്കണം എന്നൊക്കെ. വായിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. ഈ പറഞ്ഞ പോലെ എനിക്ക് നല്ല മടിയുള്ള കൂട്ടത്തിലാണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ ഡ്രഗൊക്കെ ഓക്കെ എനിക്ക് പഠിക്കണം എന്നുണ്ടായതുകൊണ്ട് ഞാൻ ഡ്രഗിനൊക്കെ കുറെ പഠിക്കാൻ ശ്രമിച്ചു. അഫോറിസം ഓർഗനും പൊതുവെ നമുക്കൊരു ഈസി സബ്ജക്ട് ആയതുകൊണ്ട് തന്നെ ഈ അഫോറിസംസ് ഞങ്ങളുടെ കോളേജിൽ പണ്ട് മുതലേ നന്നായിട്ട് പഠിപ്പിക്കുന്നത് കൊണ്ടും അഫോറിസംസ് ഒക്കെ ഒരുപാട് പിന്നെ ഞാൻ BHMS കഴിഞ്ഞ് കുറെ നാളായില്ലല്ലോ. അപ്പൊ ആ ഒരു ഓർമ്മയൊക്കെ ഉണ്ടായത് കൊണ്ട് എനിക്ക് അഫോറിസം ഈ പറയുന്ന കണക്ക് എന്നും ഞാൻ എടുത്ത് പഠിക്കുമ്പോൾ എനിക്കൊന്നും മുഷ്കിലായിരുന്നു. കാര്യം എനിക്ക് അറിയാവുന്ന ഒരു കാര്യം ഞാൻ വീണ്ടും വീണ്ടും പഠിച്ച ഒരു ലിമിറ്റ് കുറെ ടൈം ഞാൻ ചെയ്യുമ്പോൾ എനിക്കൊരു മുഷിപ്പ് വരും. അത് കാരണം ഞാൻ ചെയ്യുന്നത് ഞാൻ അഫോറിസം എല്ലാം ഒരു തവണ വായിച്ചു, ഒരു നോട്ട്സ് എഴുതി വെച്ചു, പിന്നെ ഞാൻ അത് വല്ലപ്പോഴും റിവൈസ് ചെയ്തു. അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ എന്ന് ഞാൻ അത് റിവൈസ് ചെയ്തിട്ടില്ല. കാര്യം എനിക്കറിയാം അത് എന്റെ ഒരു സ്ട്രെങ്ത് ആണ് അഫോറിസം എനിക്ക് അറിയാവുന്നത്. അപ്പൊ എല്ലാരും പറയുന്നത് കേട്ട് എല്ലാം ഞാൻ ആ അഫോറിസത്തിന് ആ ടൈം എക്സ്ട്രാ ടൈം എനിക്ക് കൊടുക്കേണ്ടി വന്നില്ല. ആ സമയം ഞാൻ എന്റെ വീക്കായ സബ്ജക്ട്സിന് അല്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടുള്ളതിന് ആ ടൈം കൊടുത്തു. അപ്പൊ നിങ്ങളും അങ്ങനെയായിരിക്കണം. ഇപ്പൊ എല്ലാരും പറയുന്നുണ്ട് MM-ഉം OM-ഉം CR-ഉം എല്ലാം പഠിക്കണം. അത് വളരെ നല്ല കാര്യമാണ്. പഠിക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ പഠിക്കാൻ നോക്കണം. പക്ഷെ ഇതിൽ ഏതെങ്കിലും നന്നായിട്ട് അത്യാവശ്യം അറിയാവുന്നവരാണ് അത് പഠിക്കേണ്ടതില്ല, അത് പഠിക്കണം. പിന്നെ നമ്മൾ അത്രയും വീക്ക് ആയിട്ടുള്ളതിന് കുറച്ചും കൂടെ നമ്മൾ ടൈം കൊടുക്കണം. അതാണ് അവിടെ അതിൽ പറയാനുള്ളത്. പിന്നെ അതേപോലെ തന്നെ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് കൺസിസ്റ്റന്റ് ആയിരിക്കണം. ഈ കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ എന്താ, ഈ പറഞ്ഞ പോലെ എല്ലാ ദിവസവും 4-5 മണിക്കൂർ ഇരുന്ന് പഠിക്കണം എന്നല്ല. നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് കണ്ണടയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾ ആലോചിക്കണം ഇന്ന് നിങ്ങൾ PSCക്ക് വേണ്ടി എന്ത് പഠിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഇന്ന് ഒന്നും പഠിക്കാൻ പറ്റില്ല. ഇത് ഞാൻ പറയാൻ കാര്യം ഇപ്പൊ നിങ്ങൾക്ക് എക്സാം ആയിട്ട് ഒരു 1-2 വർഷം ഗ്യാപ്പ് ഉണ്ടല്ലോ. അപ്പൊ ഈ ഒരു ടൈമിൽ എല്ലാ ദിവസവും കുത്തിയിരുന്ന് പഠിക്കുക എന്ന് പറയുന്നത് ഒരു ആവറേജ് മനുഷ്യനെ കൊണ്ട് പറ്റില്ല. ഏതെങ്കിലും ഒക്കെ ദിവസം വിട്ടുപോകും. അതെന്തെങ്കിലും ഇപ്പം നമുക്ക് സുഖമില്ലാഞ്ഞിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി ഇഷ്യൂസ് ഒക്കെ കാരണമാവാം. ചില ദിവസം പറ്റി കാണില്ല. നമുക്ക് അങ്ങനെയുള്ള ദിവസങ്ങളിൽ എന്ത് ചെയ്യണം, കിടക്കുമ്പോ എന്തെങ്കിലും പഠിച്ചോ, ഒന്നും പഠിച്ചില്ല, അപ്പോഴെഴുന്നേൽക്കാൻ നമ്മുടെ കയ്യിൽ ബുക്കോ നോട്ട്സോ എന്തെങ്കിലും ഒരു കാണും. ഒരു 2 പോയിന്റ് എങ്കിലും വായിച്ചിട്ട് കിടക്കാം. നമ്മൾ വിചാരിച്ചത് ഒരു 2 പോയിന്റ് വായിച്ചിട്ട് കിടക്കാം. അത് എത്ര ചെറിയ പോയിന്റ് ആണെങ്കിൽ 2 എണ്ണം വായിക്കണം. നമ്മൾ 2 എണ്ണം വായിക്കണം എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് അറ്റ്ലീസ്റ്റ് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂറെങ്കിലും നമ്മൾ നാച്ചുറലി വായിക്കും. അത്രയെങ്കിലും കൺസിസ്റ്റന്റ് ആയിരിക്കണം. അതായത് ഇന്ന് മുതൽ ഞാൻ പഠിക്കാൻ തീരുമാനിച്ചു എന്ന് പറയുന്നു. അപ്പൊ രാത്രി ആവുന്നു, ക്ലാസ് എല്ലാം കേട്ട് ഇൻസ്പിറേഷൻ ടോക്കൊക്കെ വെച്ച് നമ്മൾ വിചാരിക്കുക നാളെ മുതൽ പഠിക്കാം. നാളെ ആകുമ്പം അതേപോലെ വേറെ ഒരു ബുദ്ധിമുട്ട് വരും. പക്ഷെ അതേസമയം ഇന്ന് സമയമില്ല, ഇന്ന് കുറച്ചേ ഉള്ളൂ സമയം, എന്തായാലും ഞാൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കണം, ഒരു 2 പോയിന്റ് എങ്കിലും പഠിക്കാന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒന്ന് പഠിക്കാം. ഈ പറഞ്ഞ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് മെറ്റീരിയൽ മെഡിക്കൽ ഭയങ്കര ടഫ് ആയതുകൊണ്ട് തന്നെ ഞാനിപ്പോ ജസ്റ്റ് എടുക്കുക, ഒരു ബുക്ക് എടുക്കുക, വെർട്ടിഗോ പഠിക്കാന്ന് വെച്ചോ. വെർട്ടിഗോ ഡ്യൂറിങ് സൺലൈറ്റ് ആൻഡ് കാരിക്കസ്, വെർട്ടിഗോ വിത്ത് സെൻസേഷൻ ഫോളിംഗ് ടു ദ ലെഫ്റ്റ് സൈഡ് യുപ്പറ്റോറിയം.
അല്ലെങ്കിൽ വെർട്ടിഗോ വെൻ ടേണിംഗ് ഹെഡ് ടു ലെഫ്റ്റ് എന്താ കോളോസിയസ്. ഇങ്ങനെ ഈ 3 പോയിന്റ് ഞാൻ പഠിച്ചു. ഇത് 3 ഞാൻ പുതിയതായിട്ട് പഠിക്കുന്നതായിരിക്കും. ഈ 3 പഠിക്കുന്നു, ഞാൻ നേരെ പോയി കിടന്നുറങ്ങുന്നു. എന്റെ മനസ്സിലൊരു സന്തോഷമുണ്ട്, ഇന്ന് എനിക്ക് അത്രയും പറ്റാനിട്ട് ഞാൻ ഈ 3 പോയിന്റ് പഠിച്ചു. ഇനി ഇത് നമ്മൾ എത്ര നാളെ കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത് ചോദിച്ചാൽ ആകെ ഈ 3 പോയിന്റ് അല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ, അത് നമുക്ക് എപ്പോഴും ഓർമ്മയിരിക്കും. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കാം, നിങ്ങളിപ്പോ ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു, പഠിക്കണം എന്ന് തീരുമാനിച്ചു, നിങ്ങൾ എത്ര പഠിച്ചിട്ടുണ്ടെന്ന്. കാര്യം നിങ്ങൾ പഠിക്കാത്ത എത്രയെങ്കിലും ദിവസം ഇതിന്റെ ഇടയ്ക്ക് കാണും. അങ്ങനെ ഈ പറഞ്ഞ പോലെ ഒരു 2-3 പോയിന്റ് വീതമെങ്കിലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് കൂട്ടി കൂട്ടി വരുമ്പോ നിങ്ങളുടെ എക്സാമിന്റെ സമയത്ത് നിങ്ങൾക്ക് ഒരു ബർഡനും കാണില്ല. നിങ്ങൾ ജസ്റ്റ് റിവൈസ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അതാണ് പറയാനുള്ളത്. ആദ്യം നമ്മൾ പറഞ്ഞ പോലെ തന്നെ നല്ല ഡിറ്റർമൈൻഡ് ആയിരിക്കണം. ആ ഡിറ്റർമിനേഷൻ നമ്മളെ പഠിക്കാൻ പ്രേരിപ്പിക്കുന്നതുമായിരിക്കും. സോ നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യും എന്ന് വരുന്നത്, ഞാൻ യൂഷ്വലി എനിക്ക് നോട്ട്സ് വേണം. കാര്യം എനിക്ക് പല പല ടെക്സ്റ്റ് നോക്കി പഠിച്ചിരിക്കാൻ അത് ബുദ്ധിമുട്ടാണ്. എനിക്ക് വൃത്തിക്ക് നോട്ട്സ് വേണം. സോ എങ്ങനെ നോട്ട് പ്രിപ്പയർ ചെയ്യാം? കുറെ പേര് നിങ്ങൾ ഓൾറെഡി പറഞ്ഞു കാണും, കുറെ പേര് പേപ്പറിലായിരിക്കും, കുറെ പേര് ചെറിയ ബുക്ക് ആയിരിക്കും, അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആവാം. അത് നിങ്ങളുടെ ചോയ്സ് ആണ്. ഞാൻ യൂഷ്വലി ചെയ്തത് വലിയ നോട്ട്ബുക്ക് കിട്ടും, ഹാർഡ് ബൈൻഡ് ആയിട്ടുള്ള നോട്ട്ബുക്ക് ഞാൻ കാണിച്ചു തരാം. ഇതുപോലുള്ള വലിയ 5 സബ്ജക്ട്സ് നോട്ട്ബുക്ക് എന്ന് പറഞ്ഞിട്ട് നോട്ട്ബുക്ക് കിട്ടും. ഇത് ആക്ച്വലി എന്റെ പി ജിക്ക് ഞാൻ എഴുതിയ ബുക്സ്, നോട്ട്സ് എഴുതിയത് ഈ ബുക്കിലാണ്. ഇതെനിക്ക് ഞാൻ വെറുതെ സാധാ നോട്ട്സ് എഴുതുന്നുണ്ടപ്പോ എന്റെ ചേച്ചി ഒരു ദിവസം വാങ്ങിച്ചിട്ട് തന്നെ, ഇതും കുറെ കളർ പെന്നും വാങ്ങിച്ചു തന്നിട്ട്, നീ ഇതിൽ എഴുതും നോട്ട് എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചു തന്നതാ. ഇതാണ് ഞാൻ പി ജിക്ക് പ്രിപ്പയർ ചെയ്തത്. ഈ സാധനം വായിച്ചിട്ടാണ്. പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്തത് ഈ സെയിം ബുക്ക് വായിച്ചിട്ടാണ്. സോ ഇതിന്റെ ഉള്ളിലോട്ട് നമ്മൾ വരികയാണെങ്കിൽ നമ്മുടെ നോട്ട്സ് ഇങ്ങനെയായിരിക്കും. കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൽ എല്ലാ സബ്ജക്ട്സും ഉണ്ട് ഓൾമോസ്റ്റ്. കാണാൻ പറ്റുന്നുണ്ടോ? ഇതിവിടെ ഞാൻ കാണിക്കാൻ ഉദ്ദേശിച്ചത്, നമുക്ക് നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് എങ്ങനെ വേണമെങ്കിലും ആവാം, പക്ഷെ വൃത്തിക്ക് നോട്ട് പ്രിപ്പയർ ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്നത് പറയുന്നത് നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് മതി, പക്ഷെ പ്രോപ്പർ സ്പേഷ്യസ് ആയിട്ട് വേണം. കാര്യം ഇന്ന് ഞാൻ പഠിക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞ ഒരു കുഞ്ഞു ബുക്ക് എടുത്ത് അല്ലെങ്കിൽ ഒരു തുണ്ട് പേപ്പർ ഇട്ട് കുരുകുര എഴുതിയ പിന്നെ നമുക്കത് വായിക്കുമ്പോൾ, ഞാൻ പറഞ്ഞില്ലേ ഞാനിത് പി ജിക്ക് പ്രിപ്പയർ ചെയ്തതാ. പി എസ് സിക്ക് എനിക്ക് ഇത് ജസ്റ്റ് റിലീസ് ചെയ്യേണ്ടി വന്നോളൂ. പി എസ് സിക്ക് ഞാൻ ഇത് എടുക്കുമ്പോൾ കറക്റ്റ് ഓർഡറിലാണ്, കറക്റ്റ് സ്പേസിലാണ്, അതേപോലെ കളേഴ്സും യൂസ് ചെയ്തിട്ടാണ് എഴുതുന്നത്. അപ്പൊ ചിലവർ പറയും ഈ കളർ പെൻസിലൊക്കെ എന്തിനാ, സാധാ എഴുതിയാൽ പോരേന്ന്. മതി, നിങ്ങൾക്ക് കളർ പെൻ യൂസ് ചെയ്യണ്ടെങ്കിൽ യൂസ് ചെയ്യേണ്ട. പക്ഷെ കളർ പെൻ യൂസ് ചെയ്താലുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു കാര്യമുണ്ട്, വിഷ്വൽ മെമ്മറി. ഈ വിഷ്വൽ മെമ്മറിയാണ് നമ്മൾ MCQs ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ ഗൈഡ് ചെയ്യുന്നത്, നമ്മൾ പോലും അറിയാതെ. കാര്യം നമ്മൾ കുറെ റിവ്യൂ ചെയ്ത് പഠിക്കും. നമ്മൾ ക്വസ്റ്റ്യൻ കാണുമ്പോഴത്തേനും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമുക്ക് ക്വസ്റ്റ്യൻ ഇത് എവിടെയോ കേട്ടിട്ടുണ്ട്, പക്ഷെ ആൻസർ അല്ലേ. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഓപ്ഷൻസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതാണ്. അപ്പൊ നമ്മൾ കളേഴ്സ് യൂസ് ചെയ്താലുള്ള ഗുണം എന്താന്ന് വെച്ചാൽ, നമ്മളിപ്പോ 2 പടം കാണാം, നല്ലൊരു കളർഫുൾ ഫോട്ടോയും അല്ലെങ്കിൽ ഒരു ജസ്റ്റ് വെറുതെ സ്ക്രിബിൾ ചെയ്ത് പെൻസിൽ വെച്ച് സ്ക്രിബിൾ ചെയ്ത ഫോട്ടോ. ഏതിന്റെ ഡീറ്റെയിലിംഗ് ആയിരിക്കും നമ്മൾ ഓർത്തിരിക്കുക? കളർ ആയിട്ടുള്ളതിന്റെ ഡീറ്റെയിലിംഗ് ആയിരിക്കും നമ്മുടെ ബ്രെയിൻ മെയിൻലി പെട്ടെന്ന് അബ്സോർവ് ചെയ്യുക. അപ്പൊ നമുക്ക് തന്നെയാണ് അങ്ങനെ നമ്മൾ ആ ടൈം എടുത്ത് നോട്ട്സ് പ്രിപ്പയർ ചെയ്താലുള്ള ഗുണം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പി എസ് സി എക്സാമിനായിരുന്നു തോന്നുന്നു, പി എസ് സിയുടെ തന്നെ തോന്നുന്നു ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, HUS is caused by which variant of E. coli. അപ്പം ഈ പറഞ്ഞ ഈ സെയിം ടെക്സ്റ്റ് ബുക്കിൽ ഈ സെയിം നോട്ടിൽ ഞാൻ എഴുതിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അത്. പക്ഷെ ഈ ഇറ്റ് ഈസ് കോസ്ഡ് ബൈ EHEC എന്ന് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ ഞാൻ അത് പഠിച്ചത് എഴുതിയത്. പക്ഷെ അതിന്റെ ഓപ്ഷനിൽ നോക്കിയപ്പോൾ കുറെ വേരിയൻസിന്റെ നമ്പറാണ്, E0157, H7, A and B അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ എനിക്ക് ഇതിന്റെ വേരിയന്റ് ആയിട്ട് പഠിച്ചത് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ എനിക്ക് ഓപ്ഷൻ കണ്ടപ്പോ എനിക്ക് അറിയായിരുന്നു അത് E0157 H7 ആണ്. അപ്പൊ ഞാൻ തന്നെ ആലോചിച്ചത് എവിടെ നിന്നാ എനിക്ക് ഓർമ്മ അത്. അപ്പൊ അതെനിക്കറിയില്ല. പക്ഷെ എനിക്കത് അറിയാമായിരുന്നു, ഇത് തന്നെയാണ് ആൻസർ. കാര്യം എനിക്കത് നന്നായിട്ട് എന്റെ ബ്രെയിനിൽ പതിഞ്ഞ ഒരു സാധനം. അങ്ങനെ ഞാനത് ഈ പറഞ്ഞ പോലെ മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എന്തോ എക്സാമിനോ എന്തിനോ ഈ ബുക്ക് ജസ്റ്റ് ടേൺ ചെയ്ത് നോക്കി. അപ്പൊ ഈ ബുക്കിൽ ഞാൻ നല്ല കളറിൽ എഴുതിയിട്ടിട്ടുണ്ട്. സോ ആ എഴുതിയിട്ടതാണ് ഞാൻ പോലും അറിയാതെ എന്റെ മൈൻഡിൽ അത് അത്ര, നിങ്ങൾ ആലോചിക്കണം, ആ ഒരു നമ്പേഴ്സ് ആണ്. ആ നമ്പേഴ്സ് പോലും അത്രയും വ്യക്തമായി എന്റെ ബ്രെയിനിൽ ഓർത്തിരുന്നത് ഈ പറഞ്ഞ പോലെ കറക്റ്റ് സ്പേഷ്യസ് ആയിട്ട് കറക്റ്റ്. നമ്മളുടെ ഹാൻഡ് റൈറ്റിംഗ് നമ്മൾ എത്ര പന്നലാണെങ്കിലും നമുക്ക് നന്നായിട്ട് മനസ്സിലാവുന്നത്. സോ നമ്മുടെ ഹാൻഡ് റൈറ്റിംഗിൽ ആ കളർ ഒരു ഇത് വന്നിട്ട് നമ്മുടെ വിഷ്വൽ മെമ്മറിയാണ് നമ്മളെ കൊണ്ട് അതവിടെ
റീപ്രൊഡ്യൂസ് ചെയ്യണം. സോ അതുകൊണ്ട് നമ്മൾ നോട്ട്സ് എന്തായാലും പ്രിപ്പയർ ചെയ്യേണ്ട ഒരു അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെന്താ ഉള്ളത്? പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പി എസ് സി പ്രിപ്പറേഷനിൽ വരുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ പോസിറ്റീവ് ആയിട്ടിരിക്കുക. നമ്മൾ പറഞ്ഞ ഡിറ്റർമൈൻഡ് ആയിട്ടിരിക്കുക, പോസിറ്റീവ് ആയിട്ടിരിക്കുക. നമുക്ക് കുറേ ബുദ്ധിമുട്ടുകൾ വരും, എസ്പെഷ്യലി ലേഡീസ് ആയിരിക്കും, പിള്ളേർ, അത് ഇത് എല്ലാ ബുദ്ധിമുട്ടുകളും ഒക്കെ വരും. പക്ഷെ അതിൽ നിന്ന് നമ്മൾ കുറച്ച് സമയമെങ്കിലും നമുക്കായി വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് നമ്മൾ ആലോചിക്കാം, നമുക്കിത് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾക്ക് എങ്ങനെയായിരിക്കും, നമുക്ക് നല്ലതായിരിക്കും, ഈ പറഞ്ഞ് നമുക്ക് ഇത്രയും റെസ്പെക്ട് കിട്ടും, നമ്മൾ ഇത്രയും നാൾ കഷ്ടപ്പെട്ടേന്ന് ഒരു ഇത് കിട്ടും എന്നിട്ട് നമ്മൾ തന്നെ നമ്മൾ ആ ഒരു കാര്യത്തെ കുറിച്ച് ആലോചിച്ച് സ്വയം ഇൻസ്പയർ ആയിക്കൊണ്ടേയിരിക്കുക. കാര്യം ഈ ഇൻസ്പിറേഷണൽ ടോക്കൊക്കെ ഇപ്പം കുറച്ച് കഴിയുമ്പോഴത്തേനും തീരും, അത് നിങ്ങൾ പഠിത്തത്തിന്റെ ഇടയിൽ പോകും. അതിന്റെ ഇടയിൽ ഈ ഇൻസ്പിറേഷൻ നിങ്ങൾക്ക് തരാൻ വേണ്ടി നിങ്ങൾ തന്നെ ആയിരിക്കും ഉള്ളത്. സോ നിങ്ങൾ തന്നെ നിങ്ങളെ എപ്പോഴും പുഷ് ചെയ്ത് കൊണ്ട് പോവാം. സോ അതേപോലെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യും. ഞാനൊക്കെ ആദ്യം നോട്ട്സ് പ്രിപ്പയർ ചെയ്തു, പിന്നെ പഠിക്കാൻ തുടങ്ങി, പിന്നെ വീണ്ടും അത് റിവൈസ് ചെയ്യും. അപ്പൊ നമ്മുടെ ബുക്കാകുമ്പോൾ നമുക്ക് ഒരു ബുക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാം എല്ലാ സബ്ജക്റ്റും ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, അത്യാവശ്യം ഞാൻ കവർ ചെയ്തു എന്നൊരു കോൺഫിഡൻസ് ആണ്. അതേപോലെ തന്നെ ഇപ്പൊ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ അത്യാവശ്യം നല്ല ടൈം ഉണ്ട്. നിങ്ങൾക്ക് പറ്റുന്ന പോലെ ഡീപ്പായിട്ടും എല്ലാം നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് വരാം. ലാസ്റ്റ് മന്ത്സിലൊന്നും നമ്മൾ പഠിച്ചു തീർത്തില്ലെങ്കിൽ പോലും വേണ്ടാത്ത കുറെ ന്യൂ ടോപ്പിക്സ് ഒന്നും അപ്പോഴെടുത്ത് പഠിക്കാൻ നിൽക്കരുത്. കാര്യം നമ്മൾ ആകെ ടെൻസ്ഡ് ആയിപ്പോ ഇത്രയും നാളായിട്ട് ഞാൻ പഠിച്ചില്ലേ എന്നൊക്കെ തോന്നും. സോ ഇപ്പൊ നിങ്ങൾ ഒരു ഓർഡറിൽ പഠിച്ചെഴുതി നോട്ട്സ് എഴുതിപ്പോ. കാര്യം നിങ്ങൾ ഇപ്പൊ പഠിക്കുന്നത് എക്സാമിന്റെ ടൈം ആവുമ്പോഴത്തേനും നിങ്ങൾ നോട്ട്സ് എഴുതിയില്ലെങ്കിൽ ഇപ്പൊ പഠിച്ചതുപോലും നിങ്ങൾക്ക് ഒരു ഓർമ്മയും കാണില്ല. ഈ പറഞ്ഞ കണക്ക് പേപ്പറിലൊക്കെ എഴുതുന്നവരാണെങ്കിൽ പേപ്പറിലൊക്കെ അത്രയും നന്നായിട്ട് എഴുതി സൂക്ഷിച്ചു വെക്കണം. അല്ലാണ്ട് എഴുതി മടക്കി ഒരു ബുക്കിന്റെ അടിയിൽ വെച്ചു, പിന്നെ വേറെ ടോപ്പിക്ക് വേറെ പേപ്പർ എഴുതി, ഇതെവിടെ അതെവിടെ, അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരരുത്. അതുകൊണ്ട് തന്നെയാണ് ബുക്കിലാക്കാൻ പറയുന്നത്. അതേപോലെ ചെറിയ ബുക്കാണെങ്കിൽ എത്ര ബുക്ക് വേണ്ടി വരും എന്നറിയില്ല. ഈ ഒരു വലിയ ബുക്കാണെങ്കിൽ ഒന്നിലില്ല. ഇപ്പൊ ഞാൻ ഒന്ന് കാണിച്ചു, ആക്ച്വലി എനിക്ക് ഇതിന്റെ ഒരു 3 ബുക്ക് ഉണ്ട്. പക്ഷെ ആ 3 ബുക്ക് ഉണ്ടായതിന്റെ ഗുണം എന്താന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം വന്നാലും എനിക്കൊരു ഷ്യൂറിറ്റി ഉണ്ട്. ഈ 3 ബുക്ക് ഞാൻ ഒരു തവണ വായിച്ചാൽ എനിക്ക് ആ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. കാര്യം അത്രയും എന്റെ എഫേർട്ട് അതിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി പി എസ് സി പ്രിപ്പറേഷനിലോട്ട് ഞാൻ പറഞ്ഞു വരുന്നത് തന്നെ, ആ പി ജി ഞാൻ പ്രിപ്പയർ ചെയ്തത് എന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു പി ജിയുടെ. അപ്പൊ ഒരു 4 months ആണ് ഞങ്ങൾക്ക് ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് 4 മാസം കഴിഞ്ഞിട്ടായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് പി ജി എക്സാം. കാര്യം കോവിഡ് ആയതുകൊണ്ട് ഇന്റേൺഷിപ്പിന്റെ സമയമല്ലായിരുന്നു, അത് കഴിഞ്ഞിട്ടായിരുന്നു. സോ ആ 4 മാസം തൊട്ട് ഞാൻ ഈ നോട്ട്സ് എഴുതി അത് റിവൈസ് ചെയ്തിട്ടാണ് പി ജി എക്സാം എഴുതുന്നത്. പിന്നെ നമുക്ക് കാഷ്വലി നമ്മൾ കൗൺസിലിങ്ങും അതും ഇതും ഒക്കെ ആയിട്ട് പഠിത്തമൊക്കെ ഒന്ന് നിർത്തി ലൂസായിട്ട് വരുന്നിട്ട് പിന്നെ ഇവിടെ കയറി കഴിഞ്ഞപ്പോഴാണ് വീണ്ടും പഠിക്കാൻ വരുന്നത്. അപ്പോൾ പി എസ് സി വീണ്ടും ഈ പറഞ്ഞ സംഭവങ്ങൾ തന്നെ റിവൈസ് ചെയ്ത് വരും. പിന്നെ നമ്മൾ നോർമലി എക്സാം റൂമിൽ ചെല്ലുമ്പോഴത്തേനും നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടുമ്പോഴത്തേനും നമുക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും, നല്ല ടെൻഷൻ ആയിരിക്കും. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത് ഈ എഴുതുന്ന എല്ലാവർക്കും ഈ ടെൻഷൻ ആയിരിക്കും. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കും, അപ്പൊ നമ്മൾ വിചാരിക്കും നമുക്കിത് അറിയില്ല, എനിക്കിത് അറിയില്ലല്ലോ, പിന്നെ എന്ത് ചെയ്യും, പോയി പരീക്ഷ അങ്ങനെ വിചാരിക്കില്ല. അതറിയില്ലെങ്കിൽ ഓക്കെ അത് വിട്ടേക്കും, സെക്കൻഡ് ക്വസ്റ്റ്യൻ വായിക്കും. അതും അറിയില്ലെങ്കിൽ അതും കുഴപ്പമില്ല, അടുത്ത് വാങ്ങിക്കും. കാര്യം നമ്മൾ ആലോചിക്കേണ്ടത് എല്ലാവർക്കും ആ ഒരു ടഫ്നെസ് ഉണ്ടായിരിക്കും. ആ ടഫ് ആയിട്ടുള്ള പാനിക് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നമ്മളത് ക്രാക്ക് ചെയ്യണം. അത് നമ്മൾ എക്സാം എഴുതുമ്പോൾ തന്നെ ഫസ്റ്റ് നമ്മൾ എപ്പോഴും പറയുന്നതാണ് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് മാത്രം എഴുതാം. പിന്നെ ഈ പറഞ്ഞ നമ്മൾ നേരത്തെ പറഞ്ഞത് 50-50 റൂൾ, അതായത് രണ്ട് ഓപ്ഷൻ എന്തായാലും അല്ലാന്നറിയാം, ഏതെങ്കിലും രണ്ടിൽ ഏതാണ് കൺഫ്യൂഷൻ ഉള്ള ക്വസ്റ്റ്യൻ. ഇത് ചെറുതായിട്ട് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ജസ്റ്റ് മാർക്ക് ചെയ്ത് വെക്കുമായിരുന്നു. കാര്യം സെക്കൻഡ് റൗണ്ട് വരുമ്പോൾ ഞാൻ ഈ ക്വസ്റ്റ്യൻസ് ആയിരുന്നു നോക്കുന്നത്. സാറ് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അറിയാവുന്ന മാത്രം എഴുതുക എന്നൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡ് ആയിരിക്കും. കാര്യം നമ്മൾ ആൻസർ കീ നോക്കുമ്പോൾ പറയും നമ്മൾ 100% അറിയാമെന്ന് പറഞ്ഞ് എഴുതിലും നമുക്ക് നെഗറ്റീവ് വേണം. സോ എല്ലാ എക്സാമിനും എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളൊരു റിസ്ക് എടുക്കണം. പക്ഷെ ഈ പറയുന്നതൊക്കെ വെറുതെ ബ്ലണ്ടർ അടിച്ച് എഴുതാനല്ല ഉദ്ദേശിച്ചത്. നമ്മൾ അത്രയും പഠിച്ചിട്ടുണ്ട്, നമുക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ട് എങ്കിൽ ഈ പറഞ്ഞതുപോലെ 50% നമുക്ക് ഉറപ്പാണ്. രണ്ടെണ്ണത്തിൽ വന്ന് ഇതിൽ ഏതോ ആണെന്ന് നമുക്ക് ഉറപ്പാണെങ്കിൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യനിൽ 75% നമ്മുടെ ചാൻസ് എന്താ, അത് കറക്റ്റ് ആയിരിക്കും. ഇൻ കേസ് ആയില്ലെന്ന് വെച്ചാൽ ഇപ്പൊ 50 ക്വസ്റ്റ്യൻ ഞാൻ എഴുതി അറിയാവുന്നത്, അതിൽ കുറച്ച് നെഗറ്റീവ് കാണും. പിന്നീട് ഞാൻ ഈ പറഞ്ഞ 50-50 ചാൻസ് ഉള്ള ഒരു 20 ക്വസ്റ്റ്യൻ എഴുതാം. അപ്പൊ ഈ 20 ക്വസ്റ്റ്യനിൽ 75% ഞാൻ എഴുതിയത് ശരിയാവാനാ ചാൻസ്,
എന്നാലും ഏറ്റവും പൊട്ടത്തെറ്റാണെങ്കിൽ എങ്ങനെ ഈ പറഞ്ഞ 50-50, അതായത് 10 ശരിയായി 10 ശരിയാകുമ്പോ എനിക്ക് 10 മാർക്ക് കിട്ടും. 10 അതേപോലെ തെറ്റി, അപ്പൊ എനിക്ക് എത്രയാ? 3 തെറ്റുമ്പോൾ 1 മാർക്ക്, എന്താ 3.25 മാർക്കേ എനിക്ക് നെഗറ്റീവ് വരുന്നുള്ളൂ. അപ്പൊ അവിടെ എനിക്ക് 6 പോയിന്റ് സംതിങ് മാർക്ക് എനിക്ക് അവിടെ ഗെയിൻ ആണ്. ഞാൻ ആ ഒരു റിസ്ക് എടുത്തുകൊണ്ട് മാത്രം 6 മാർക്ക് പോയി. കട്ട് ഓഫ് കിട്ടേണ്ട എനിക്ക് 6 മാർക്ക് എക്സ്ട്രാ വന്നു കഴിഞ്ഞാൽ എന്റെ റാങ്ക് അത്രയും ഫ്രണ്ടിലാവും. സോ അങ്ങനെ നമ്മൾ ഇന്റലിജന്റ് ആയിട്ട് വേണം എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ ചെയ്യാൻ. പിന്നെ ഈ പറഞ്ഞ പോലെ എക്സാം ഹാളിൽ ഇരുന്ന് നമ്മൾ പാനിക് ആവാൻ പാടില്ല. കാര്യം എനിക്കും കുറെ പേരെ അറിയാം ഈ നെഗറ്റീവേ വരുന്നത് എന്ന് പറഞ്ഞ് ഭയങ്കര സ്ട്രെസ്ഡായി 50 എഴുതി 50 ശരിയായവരുണ്ട്. പക്ഷെ അവര് ഈ പറഞ്ഞ പോലെ കട്ട് ഓഫ് വന്നത് 52. എന്നിട്ട് അവര് തന്നെ പറഞ്ഞിട്ടുണ്ട് എഴുതണം, നെഗറ്റീവ് വേണ്ട എന്ന് പറഞ്ഞ് മാറ്റി വെച്ച 10 എണ്ണവും കറക്റ്റ് ആയിരുന്നു എന്ന് പറയുന്നതുണ്ട്. സോ അപ്പോഴും നമ്മൾ എപ്പോഴും ഒരു ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു ഗസ് ചെയ്യണോ വേണ്ടോ എന്ന് വെച്ചാൽ ഗസ് ചെയ്യണം, പക്ഷെ ഇന്റലിജന്റ് ആണ് ഒരു ഗസ്സിങ് മാത്രം. അപ്പൊ നിങ്ങൾ ചോദിക്കും അതെങ്ങനെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് ശരിയാവും എന്ന്? അതിനാണ് നമ്മൾ മോക്ക് ടെസ്റ്റ് ഉള്ളത്. നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് വരുമല്ലോ. നിങ്ങൾ മോക്ക് ടെസ്റ്റിൽ നമ്മുടെ ഉദ്ദേശം നമ്മൾ അത് ഈ ഫസ്റ്റ് റാങ്ക് വരണം എന്നല്ല. ഈ പറയുന്ന പോലെ നമ്മൾ എക്സാം എഴുതാനുള്ള ഡിഫറെന്റ് ടെക്നിക്സ് എല്ലാം നിങ്ങൾ അവിടെ അപ്ലൈ ചെയ്ത് നോക്കാം. മോക്ക് ടെസ്റ്റ് പറ ഇഷ്ടം പോലെ വരും. അപ്പൊ ഫസ്റ്റ് മോക്ക് ടെസ്റ്റിൽ നിങ്ങൾ അറിയാവുന്ന മാത്രം എഴുതുന്നു. അപ്പൊ നിങ്ങളുടെ റാങ്കും നിങ്ങളുടെ മാർക്കും നിങ്ങൾ നോക്കാം. രണ്ടാമത്തത് ഈ പറഞ്ഞ കണക്ക് എല്ലാം അറ്റൻഡ് ചെയ്യുന്നു, ഇന്റലിജന്റ് ഗസ്സിങ് അല്ലാത്ത എല്ലാം ഗസ് ചെയ്ത് വർക്ക് ചെയ്യുന്നു. അപ്പൊ നിങ്ങൾക്ക് അറിയാം നല്ല നെഗറ്റീവ് കാരണം നിങ്ങളുടെ മാർക്കും റാങ്കും താഴെ പോകും. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ ഇന്റലിജന്റ് ഗസ്സിങ് വെച്ച് നിങ്ങൾ ചെയ്ത് നോക്കാം. നിങ്ങൾ പ്രോപ്പർ ആയിട്ടാണ് ആ ഇന്റലിജന്റ് ഗസ്സിങ് നടത്തുന്നെങ്കിൽ നിങ്ങൾക്കറിയാം നിങ്ങളുടെ റാങ്കും നിങ്ങളുടെ മാർക്കും നിങ്ങളുടെ ക്വാളിറ്റി എല്ലാം പൊങ്ങിപ്പോകും. അപ്പൊ നമുക്ക് ഈ മോക്ക് ടെസ്റ്റിൽ നന്നായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നമ്മളിപ്പം റിസ്ക് എടുത്താൽ മാക്സിമം നമ്മുടെ എത്ര മാർക്കേ പോകും അതിനുള്ളിൽ നിൽക്കുമെന്ന് നമുക്ക് മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ പറയാം. അതേപോലെ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ 100% അറിയാവുന്ന അല്ലെങ്കിൽ ശരിയായ ക്വസ്റ്റ്യൻസ് ഒക്കെ ഓക്കെ, നല്ല കാര്യം നമ്മൾ പഠിച്ചു, ശരി, അത് വിട്ടേക്കും. തെറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, ആ തെറ്റുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ഒരു ബുക്ക് എടുത്തിട്ട് ഒരു ഫ്രഷ് ബുക്ക് എടുത്തിട്ട് അതിൽ എഴുതി വെക്കണം. കാരണം ഇന്ന് എനിക്ക് തെറ്റി, ഇന്ന് എനിക്ക് അത് പറയാൻ പറ്റില്ല, പക്ഷെ ഇനി അതൊരു തവണയും കൂടെ ചോദിച്ചാൽ ഞാൻ തെറ്റിക്കില്ല എന്നൊരു ഡിറ്റർമിനേഷൻ മൈൻഡിൽ വേണം. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഡിറ്റർമിനേഷൻ ഉണ്ട്. എനിക്കിപ്പം എംഒ ആയിട്ട് കിട്ടണം എന്ന് അത്രയും വാശിയുള്ള ഒരാൾ ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യുന്നു, സാറ് പറ തെറ്റുമ്പോൾ മൈൻഡിൽ അയ്യോ എനിക്ക് കിട്ടുമോ, ഇത് ഞാൻ എങ്ങനെ പഠിച്ചെടുക്കാനാണ് എന്ന് മൈൻഡിൽ ഒരു ഇത് വരാതെ മൈൻഡിൽ നിങ്ങൾ ആലോചിക്കണം ഇന്നൊരു തെറ്റി, പക്ഷെ ഇനി ഒരിക്കലും ഈ ക്വസ്റ്റ്യൻ വന്നാൽ ഞാൻ തെറ്റിക്കില്ല എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. പിന്നെ പഠിക്കാൻ തുടങ്ങുകയാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഓരോ സബ്ജക്ട്സും നമുക്ക് ഇഷ്ടമുള്ള പോലെ നമ്മൾ കോച്ചിങ് ക്ലാസ്സസും അതും ഇതും എല്ലാം വെച്ച് നമ്മൾ നമ്മുടേതായ നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം. ആദ്യമൊക്കെ അന്ന് പറയുമായിരുന്നു നമ്മുടെ മെറ്റീരിയൽ മേടിക്കുക കീനോട്ടിൽ നിന്ന് മാത്രമാണെന്ന്, പക്ഷെ ബോറിക്കിലുണ്ട്. അപ്പൊ നമ്മൾ എല്ലാരും പറയുന്ന പോലെ ബോറിക്കും കീനോട്ടും കൂടെ ചേർത്ത് പഠിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ബോറിക്കിലെ എല്ലാ ഇറ്റാലിക് സാധനങ്ങളും നമ്മുടെ കീനോട്ടിൽ തന്നെ എഴുതി വെക്കുക. അപ്പൊ കീനോട്ട് വായിക്കുമ്പോൾ അതും കൂടെ മെൻഷൻ ചെയ്ത് വായിക്കുക. അങ്ങനെയാണ് ഓരോ സബ്ജക്ട്സും നമ്മുടെ വെയിറ്റേജ് അനുസരിച്ച് നമുക്ക് എന്താണോ പാട് അതിൽ കൂടുതൽ വർക്ക് ചെയ്യുക. അതേപോലെ തന്നെ ചില ടോപ്പിക്സ് ഒക്കെ ഉണ്ട് നമുക്ക് തീരെ ഇഷ്ടമല്ലാത്ത ടോപ്പിക്സ് എന്ന് വെച്ചാൽ നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ എടുത്താലും നമുക്ക് മതിയായിരിക്കും. അത് ഏറ്റവും നല്ല സമയത്ത് നമ്മൾ ഇരുന്ന് പഠിക്കാം. എന്നിട്ട് അന്ന് രാത്രി കിടക്കുന്നതിന് മുന്നേ ജസ്റ്റ് ആ ടോപ്പിക് നമുക്ക് ഏറ്റവും വൃത്തികേടായിട്ട് നമുക്ക് ഏറ്റവും ഓർമ്മ നിൽക്കാത്ത ആ ടോപ്പിക് ഒന്ന് വായിച്ചു വെച്ചിട്ട് കിടക്കാം. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് അടുത്ത ദിവസം ആകുമ്പോഴത്തേനും എന്താ അതിനെ നന്നായിട്ട് ഓർമ്മ കാണും. അതേപോലെ തന്നെ നമ്മൾ പഠിച്ചിരിക്കുമ്പോഴത്തേനും നമുക്ക് കുറെ മുഷിപ്പ് വരും. നമ്മൾ ഭയങ്കര ലേസി ആയിട്ട് ഫീൽ ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് വയ്യാണ്ട നമ്മൾ മടുക്കും. അങ്ങനെ മടുക്കാതിരിക്കാനുള്ള ഒരു ഇതാണ് നമ്മൾ പഠിക്കുന്ന ടേബിൾ എപ്പോഴും നീറ്റ് ആയിട്ടിരിക്കണം. ചിലവരുണ്ട് 2 സൈഡിലും ബുക്ക് ഇങ്ങനെ നിരത്തി വെച്ചിട്ട് അതിന്റെ ഇടയിൽ വെച്ച് എഴുതുക. അങ്ങനെയല്ല, നമ്മൾ പഠിക്കുന്നത് നല്ല സ്പേഷ്യൽ, നമുക്ക് എത്ര ചെറിയൊരു ടേബിൾ ആണെങ്കിലും വേറെ ഡിസ്ട്രാക്ഷൻസ് ഒന്നും പാടില്ല. പിന്നെ ഈ പറയുന്ന ഫോൺ മാറ്റി വെക്കുക. ചിലർ ഫോൺ നോക്കിയാ പഠിക്കുന്നത്, അതാണ് ഫോൺ നോക്കിയാ പഠിക്കുന്നെങ്കിലും ഓക്കെ, നമ്മൾ ആ ഫോൺ എടുക്കുമ്പോഴത്തേക്കും നമ്മൾ അത്രയും ഡിറ്റർമൈൻഡ് ആണ് പഠിക്കാനിരിക്കുകയാണെന്ന്. അരമണിക്കൂറാണെങ്കിൽ അരമണിക്കൂർ പഠിക്കുമ്പോൾ ഞാൻ ഈ മെസ്സേജ് വന്നാലും എന്ത് വന്നാലും അവിടെ നോക്കിയില്ല, അത് എടുക്കില്ല എന്ന് ഉറപ്പ് വരുത്തണം. എന്നിട്ട് ഇങ്ങനെ ആലോചിക്കണം ഇത്രയും ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് ഇത്രയും നേരം ഫോൺ എടുക്കാം, അങ്ങനെ വിചാരിക്കണം. കാര്യം ഞാനൊക്കെ പഠിക്കുമ്പോൾ എന്റെ അമ്മ എപ്പോഴും ചോദിക്കും നീ അരമണിക്കൂർ പഠിക്കും 1 മണിക്കൂർ റെസ്റ്റ് എടുക്കും, ഇങ്ങനെയാ നീ പഠിക്കുന്നത്?
അത് ഓരോരുത്തരുടെ ടൈമാണ്. അത് നമ്മൾ തന്നെ റെസ്ട്രിക്ട് ചെയ്ത് നമ്മൾ തന്നെ. പക്ഷെ ഈ പറഞ്ഞ അരമണിക്കൂർ ഞാൻ ആ ഒരു മണിക്കൂർ ഒരാൾ വെറുതെ ഇരുന്ന് പഠിക്കുന്ന അത്രയും ക്വാളിറ്റിയിൽ പഠിക്കുന്നുണ്ടാവും. സോ അത്രയും നമ്മൾ പഠിക്കുമ്പോൾ വേറെ ഒരു ഡിസ്ട്രാക്ഷനും പാടില്ല. അതുകൊണ്ടാണ് ടേബിളൊക്കെ ക്ലീൻ. ചെറിയ ടേബിൾ ആണെങ്കിലും വേറെ കുറെ ഡിസ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളൊന്നും കാണരുത്. വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് നമ്മൾ പഠിക്കുന്ന ആ ബുക്ക് മാത്രം അവിടെ കാണാം. അപ്പൊ ഈ പറഞ്ഞ കണക്ക് മുഷിയുമ്പോൾ നമ്മുടെ പ്ലേസ് ഓഫ് സ്റ്റഡി മാറ്റുക, ഒന്ന് ചേഞ്ച് ചെയ്തൊന്ന് മാറി ഇരുന്നിട്ട് സ്ഥലം മാറിയിട്ട് ഇവിടെ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ ഒരു മണിക്കൂർ കഴിഞ്ഞ് അല്ലെങ്കിൽ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് എനിക്ക് ബോറായി, എനിക്ക് ഇവിടെ ഇരുന്നിട്ട് ഉറക്കം വരികയാണെങ്കിൽ വേറൊരു സ്ഥലത്ത് പോയി ഇരുന്ന് പഠിക്കാൻ നോക്കാം. അറ്റ്ലീസ്റ്റ് ആ ഒരു ചെയറിന്റെ ഡയറക്ഷൻ എങ്കിലും മാറ്റി ഇരുന്നിട്ട് പഠിക്കാൻ നോക്കാം. പിന്നെ യൂഷ്വലി ഈ PGs ഒക്കെ PGക്ക് പഠിക്കുന്നവരൊക്കെ PSCക്ക് പ്രാക്ടീസ് ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പൊ PGക്ക് കയറിയവരൊക്കെ വിചാരിക്കുന്നുണ്ടായിരിക്കും PSCക്ക് വേണ്ടി കമ്പൈൻ സ്റ്റഡി നടത്താം. കമ്പൈൻ സ്റ്റഡി ഒരു ഭയങ്കര ഉപകാരപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷെ എപ്പോഴും പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ഞാനൊരു ടോപ്പിക്ക് പഠിക്കുന്നു, ഞാൻ വന്ന് എല്ലാവർക്കും കമ്പൈൻ സ്റ്റഡിക്ക് പറഞ്ഞു കൊടുക്കുന്നു. അപ്പൊ എന്താ, എനിക്കത് പക്കാ മനസ്സിലാവുന്നു, പക്ഷെ കേട്ടിരിക്കുന്നവർക്ക് എത്രത്തോളം മനസ്സിലാവും, അതിലാണ് കാര്യം. അപ്പൊ നമ്മൾ കമ്പൈൻ സ്റ്റഡി നടത്തുക. ഇപ്പൊ നമ്മൾ ഒരു ടോപ്പിക്ക് പറയുകയാണ്, ആ ടോപ്പിക്ക് അടുത്ത ദിവസം എല്ലാവരും പ്രിപ്പയർ ചെയ്യണം. എന്നിട്ട് എല്ലാവരുടെയും ഒരു ജോയിന്റ് ഡിസ്കഷൻ ആയിരിക്കണം. എല്ലാവരും അതിന്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യണം. അപ്പൊ ഞാനിങ്ങനെ ആ ഡിസീസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ എനിക്ക് വിട്ട് പോയ അല്ലെങ്കിൽ വേറെ ഒരാൾക്ക് എക്സ്ട്രാ കിട്ടിയ പോയിന്റ്സ് ആണ്, അതും പറയും ഇതിങ്ങനെയാണ് അല്ലെങ്കിൽ ഇതെന്താണെന്ന് അറിയൂ എന്ന് വേറൊരാൾ ചോദിക്കണം. അപ്പൊ കമ്പൈൻ സ്റ്റഡി അത്രയും എഫക്റ്റീവ് ആവണമെങ്കിൽ എല്ലാവരും ഒരേപോലെ അതിൽ ജോയിൻ ചെയ്യണം. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ അത്രയും കൺസിസ്റ്റന്റ് ആയി ഡിറ്റർമൈൻഡ്. നമ്മൾ PSC എന്ന് പറയുമ്പോൾ എനിക്ക് കിട്ടുമോ അല്ലെങ്കിൽ ഇത്രയും ഗ്യാപ്പ് വന്നു, എനിക്ക് ഓർത്തിരിക്കാൻ പറ്റുമോ, ഇത്രയും ഇതാണോ, അങ്ങനെ അത്രയൊന്നും ടെൻഷൻ ഒന്നും വേണ്ട. ഇന്ന് മുതൽ നിങ്ങൾ ഇത്ര മാത്രം ചിന്തിക്കാൻ, എന്താ നിങ്ങൾക്ക് എന്തായാലും കിട്ടും. പോലെ അടുത്ത PSCക്ക് 40 റാങ്ക് വരണം അല്ലെങ്കിൽ 50 റാങ്ക് വരണം എന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഒരു സീറ്റ് മതി, അത് നിങ്ങൾക്ക് എന്തായാലും കിട്ടുമെന്ന് അത്രയും നിങ്ങൾ എന്താ അത്രയും നമ്മൾ ഡിറ്റർമൈൻഡ് ആയിട്ട് തന്നെ ഇരിക്കാം. പിന്നെ പറയാനുള്ളത് എന്താണ്, ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത്. പിന്നെ നമ്മൾ ഇപ്പൊ പഠിക്കാൻ തുടങ്ങുമ്പോഴത്തേന് ചിലർ വിചാരിക്കും ഞാൻ ടോപ്പിക്സ് എല്ലാം കവർ ചെയ്യട്ടെ, അത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് മോക്ക് ടെസ്റ്റോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു തുടങ്ങാണ്. അതൊരു മണ്ടത്തരം. കാര്യം നമ്മൾ എല്ലാം പഠിച്ചു തുടങ്ങും എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഒന്നി ആ പഠിച്ച ഒരു ചെറിയ ടോപ്പിക് പഠിച്ചിട്ട് അതിന്റെ ഒരു പാർട്ട് അല്ലെങ്കിൽ ഒരു ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം അറ്റൻഡ് ചെയ്തിട്ട് പോകണം. അപ്പൊ നമുക്ക് പഠിക്കുമ്പോൾ ഇതിന് എന്താണ് ചോദിക്കാൻ സാധ്യത എന്ന് തോന്നും. കാരണം നമ്മൾ PGക്കൊക്കെ പഠിക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻസിന്റെ റെപ്പറ്റേഷൻ PG എൻട്രൻസിന് കൂടുതലാണ്. പക്ഷെ PSC എന്ന് പറഞ്ഞാൽ ടിപ്പിക്കലി എല്ലാം പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് വേണം. അതേപോലെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഇന്ന് ഞാനൊരു ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പോവാന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ D, എന്നിട്ട് അതിൽ തിരിച്ച് അതിന്റെ ആൻസർ ഇത് D ആണോ, D അല്ലേ, C ആണോ, അങ്ങനെ നോക്കിയിട്ടല്ല ചെയ്യേണ്ടത്. നമ്മൾ ഒരു ക്വസ്റ്റ്യൻ 100 മാർക്സിന്റെ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ എക്സാമിന് ഇരിക്കുന്നു അതേപോലെ ഇരുന്ന് 1 to 100 വരെ നമ്മൾ എന്താ ബബിൾ അല്ലെങ്കിൽ ആ പറഞ്ഞ ഓപ്ഷൻ എഴുതി ഈ പറഞ്ഞ പോലെ ആദ്യം അറിയാവുന്ന എഴുതി, അത് കഴിഞ്ഞിട്ട് കൺഫ്യൂഷൻ ഉള്ളത് കറക്റ്റ് ആലോചിച്ച് എഴുതി നമ്മുടെ മൈൻഡിൽ ഇത് എക്സാം ആണ്, ഇത് ക്രാക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ PSC പോലെ എനിക്ക് ഞാൻ എവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയണം എന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്യണം. കാര്യം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു കണ്ടീഷനായിട്ട് നമ്മുടെ ബ്രെയിൻ വിചാരിക്കുന്നത് നമ്മുടെ പരീക്ഷ പോലെയാണ്. നമ്മൾ ആക്ച്വലി അത് നമ്മുടെ ബ്രെയിനിനെ ട്രിക്ക് ചെയ്യാണ്. അപ്പൊ ആ ഒരു സ്ട്രെസ് നമ്മളിപ്പോ കൊടുക്കുന്നു. അടുത്ത ദിവസം വീണ്ടും ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് ഈ പറഞ്ഞ എക്സാം ആയി ഇത് എന്തായാലും നോക്കണം, ഇത് ഫുൾ ചെയ്ത് തീരാതെ എനിക്ക് ആൻസർ അറിയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഭയങ്കരമായിട്ട് അറിയാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്, പക്ഷെ രണ്ടെണ്ണത്തിൽ ഏതാണ്ട് ഭയങ്കര കൺഫ്യൂഷൻ. നമ്മൾ അതിന്റെ ആൻസർ നോക്കി ഇത് തന്നെയാണെന്ന് പറഞ്ഞ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. കാര്യം അല്ലാണ്ട് നമ്മള് ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ ഇത് എനിക്ക് നല്ല പഠിച്ചതാ പക്ഷെ എനിക്ക് ഓർമ്മയില്ല, അപ്പൊ ഞാൻ ഫസ്റ്റ് അവിടെ വിട്ടു. അപ്പൊ ഞാൻ 100th ക്വസ്റ്റ്യൻ ചെയ്യുന്നവരെ എന്റെ മൈൻഡിൽ എന്നാലും ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരിക്കും എന്നൊരു സ്ട്രഗിള് ആണ്. ആ സ്ട്രഗിള് നമ്മൾ അനുഭവിച്ച് തന്നെ ക്വസ്റ്റ്യൻ ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മുടെ PSC ഒറിജിനൽ ക്വസ്റ്റ്യൻ വരുമ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നല്ല അറിയുന്നതാ, പക്ഷെ ഒരു 10ാമത്തെ ക്വസ്റ്റ്യൻ എത്തുമ്പോഴും നമ്മൾ ഫസ്റ്റിൽ ആലോചിച്ചിരിക്കുക, അവിടെ നമുക്ക് ഇതിൽ ഏതാണ് ആൻസർ നോക്കി ക്ലിയർ ചെയ്യാനൊരു ഓപ്ഷൻ ഇല്ല. ആ സ്ട്രെസ്സിലൂടെ നമ്മൾ ബാക്കി 100ാമത്തെ ക്വസ്റ്റ്യൻ വരെ അറ്റൻഡ് ചെയ്യാൻ പറ്റണം.
അത് കാരണം ആണ് പറയുന്നത് നമ്മൾ എക്സാം എഴുതുന്ന പോലെ തന്നെ ലാസ്റ്റ് വരെ അറ്റൻഷൻ നോക്കിയിരിക്കണം. ഇനി നമ്മൾ ആ ലാസ്റ്റ് വരെ അങ്ങനെ അത്രയും സ്ട്രെസ്ഡ് ആയിട്ടിരുന്ന് 100 ക്വസ്റ്റ്യൻ എഴുതി ആൻസർ നോക്കി ഏതാണെന്ന് നമ്മൾ നോക്കി ഇതായിരുന്നു അതിന്റെ ആൻസർ എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും എന്താ ആ ക്വസ്റ്റ്യൻ നമ്മൾ എത്രയാണെങ്കിലും മറക്കില്ല. സോ അങ്ങനെ വേണം നമ്മൾ പഠിക്കുന്നത്. പറഞ്ഞ പോലെ നമ്മളെല്ലാം ഡിറ്റർമൈൻഡ് ആയിട്ടിരിക്കുക, നല്ല സ്മാർട്ട് വർക്ക് ചെയ്യുക. ഇപ്പൊ പറയും ഞാൻ എന്നും 5 മണിക്കൂർ പഠിക്കുന്നുണ്ട്, വളരെ നല്ല കാര്യം. അങ്ങനെ ചെയ്താൽ നമുക്ക് അതിന്റെ ഉപയോഗം കാണും. അതേപോലെ തന്നെ നമ്മൾ സ്മാർട്ട് വർക്ക് ചെയ്യണം. അല്ലാണ്ട് എല്ലാ ദിവസവും ഞാൻ 4 മണിക്കൂർ ഇരുന്ന് പഠിക്കുമെന്ന് പറഞ്ഞിട്ട് ഉറക്കം വന്നിട്ടും പിടിച്ച് കുത്തിയിരുന്ന് ഉറങ്ങി തൂങ്ങി പഠിക്കേണ്ടതല്ല. നമുക്ക് ഉറക്കം വരികയാണെങ്കിൽ ഓക്കെ, അപ്പം ബുക്ക് അടയ്ക്കുക, കിടക്കാം. പിന്നെ നമ്മൾ നേരെ എഴുന്നേൽക്കുമ്പോൾ ആദ്യം ബുക്ക് എടുത്ത് വെച്ച് ബാക്കി പഠിക്കാം. അല്ലാണ്ട് ഇന്നത് ഇത്ര മണിക്കൂർ തന്നെ പഠിക്കണം എന്ന് വിചാരിച്ചിട്ടില്ല. നമ്മള് മുഷിഞ്ഞ് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ആ സബ്ജക്റ്റിനോട് നമ്മൾ പഠിക്കുന്നതിനോടും എല്ലാം നമുക്കൊരു വെറുപ്പായി പോകും. പക്ഷെ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഹാപ്പി ആയിട്ട് നമ്മൾ ഏറ്റവും എൻജോയ് ചെയ്ത് നമുക്ക് ഏറ്റവും സമാധാനപരമായ ഒരു കണ്ടീഷനിൽ വേണം പഠിക്കാൻ. അല്ലാണ്ട് നമ്മൾ ഒരിക്കലും നമ്മൾ ഓവറായിട്ട് സ്ട്രെയിൻ ചെയ്ത് പഠിക്കരുത്. ചിലവര് രാത്രി പഠിക്കുന്നത് അവർക്ക് ഓക്കെ ആയിരിക്കും. അങ്ങനെയുള്ളതാണ് രാത്രി പഠിച്ചത്. രാവിലെ എഴുന്നേറ്റ് സുഖമെങ്കിൽ അങ്ങനെ രാവിലെ എഴുന്നേറ്റ് പഠിച്ചു. അതെല്ലാം നിങ്ങളുടെ ചോയ്സാണ്. എനിക്കാണെങ്കിൽ ഈ പറഞ്ഞ പോലെ രാത്രിയും കുറെ വൈകിയും അല്ലെങ്കിൽ രാവിലെ ഭയങ്കര രണ്ടും എനിക്കൊരു കംഫർട്ടബിൾ അത്രയല്ലായിരുന്നു. കാര്യം ഞാൻ നന്നായിട്ട് പഠിച്ചു. എന്റെ വിശ്വാസം എന്താ, ഞാൻ നന്നായിട്ട് പഠിച്ചു. ഇനി രാത്രി ഫുൾ ഉറങ്ങുമ്പോ എന്റെ മൈൻഡിൽ ഈ പഠിച്ചതെല്ലാം സെറ്റ് ആയിക്കോളും എന്ന് വിശ്വസിച്ച് കിടന്നുറങ്ങും. അത് പണ്ടേ എന്റെ ഒരു ശീലാണ്. അപ്പം കുറെ പേരിങ്ങനെ പറയും നേരത്തെ എഴുന്നേൽക്കണം, നേരത്തെ കിടക്കണം. പക്ഷെ ഞാൻ പറയും എനിക്കത് ബുദ്ധിമുട്ടാണ്. കാര്യം ഞാനിപ്പോ വീട്ടിലെ സ്കൂളില് 10ലും 12ലൊക്കെ ഇരുന്ന് പഠിക്കുകയാണെങ്കിലും കുറെ രാത്രി ആകുമ്പോഴത്തേനും അച്ഛൻ പറയും നീ ഇതുവരെ പഠിച്ചെടുത്തോ. ഇല്ല എന്തൊക്കെയുണ്ട് അപ്പം പറഞ്ഞു നീ ഉറക്കമില്ലാണ്ടൊന്നും ഇവിടെ പഠിച്ച് മാർക്ക് കൊണ്ടുവരണ്ടെന്ന് പറയും. അപ്പൊ അങ്ങനെ ശീലിച്ച് എനിക്ക് ഉറക്കം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ കണക്ക് എനിക്ക് ഉറങ്ങിയോണ്ട് മാർക്ക് ഇതുവരെ കുറഞ്ഞിട്ടില്ല. അത് എന്റെ മൈൻഡിൽ എന്താ ഓക്കെ ഇനിയിപ്പൊ ഇത്ര ചിലപ്പോ ചില ദിവസങ്ങളൊക്കെ നമ്മൾ പഠിച്ച് എക്സോസ്റ്റഡ് ആവുമ്പോ പകല് കുറെ ഇരുന്ന് പഠിക്കുമ്പോൾ നമുക്ക് രാത്രി 9 മണിയാവുമ്പോഴും ചിലപ്പോൾ നമുക്ക് ക്ഷീണിച്ച് ഉറക്കം വരും. അതൊരു തെറ്റല്ല, മനുഷ്യനാണ്. നമ്മൾ അത്രയും വർക്ക് ചെയ്തുകൊണ്ടാണ് നമുക്ക് അവിടെ ഉറക്കം വരുന്നത്. അപ്പോഴെന്താ നമുക്ക് നമ്മുടേതായ റെസ്റ്റ് കൊടുത്താൽ അടുത്ത ദിവസം അതേ നല്ല ഒരു സ്ട്രെങ്തിൽ തിരിച്ചു വരിക. അത്രേ ഉള്ളൂ നമ്മൾ പ്രിപ്പറേഷൻ. അപ്പൊ നിങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ജസ്റ്റ് ഒരു 2 പോയിന്റ് എങ്കിലും ദിവസം നിങ്ങൾ പഠിച്ചാൽ പോലും നിങ്ങൾക്ക് എക്സാമിന്റെ അവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് ഒരു നല്ല ബേസ്, നല്ലൊരു സ്ട്രെങ്ത്, നല്ലൊരു കോൺഫിഡൻസ് നമുക്ക് PSC കിട്ടാനുള്ള ചാൻസ് ഞാൻ പറയാം. ഇന്ന് മുതൽ തുടങ്ങിയ നിങ്ങൾ ഈ കേട്ടോണ്ടിരിക്കുന്നതിൽ എല്ലാവർക്കും തന്നെ വളരെ നല്ല ഒരു റാങ്കിലോട്ട് എത്താൻ കഴിയും. അതിന് നിങ്ങൾ മാത്രമാണ് വിചാരിക്കേണ്ടത്. അത് മാത്രമേ എനിക്ക് ഇവിടെ പറയുന്നുള്ളൂ. വേറെ